ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്, ഒന്ന് സമാധാനപ്പെടുന്നി. ഒരു സമാധാനവും ഇല്ല. എന്നെ കൊണ്ട് ഇനി വയ്യ, ഞാൻ മടുത്ത്, ഞാൻ എന്റെ പാട്ടിന് പോവാ. നിങ്ങൾ എന്തുവാന്ന് വെച്ചാ ചെയ്യും. ഞാനായോണ്ട ഇത്രയും കാലം നിങ്ങൾ ഇവിടെ പിടിച്ചിരുന്നേ. ഇനി എനിക്ക് വയ്യ, ഞാൻ ഇറങ്ങി പോവാ. എടി നീ ഒന്ന് അടങ്ങ്. സമാധാനവും പരിഹാരവും ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ഇല്ല ഇല്ല ഇല്ല, അവള് പോന്നെങ്കിൽ പോട്ടറാ. അവള് പോന്നെങ്കിൽ പോട്ടറാ. എത്ര നാളായിട്ട് ഈ വഴക്കും വെക്കാനായിട്ട് നിക്കുന്നത്? നീ ഇങ്ങോട്ട് വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ എന്തോ കേക്കട്ടെ. അവള് പോന്നെങ്കിൽ പോട്ടെ. തുമ്മിയ തെറിക്കുന്ന മൂക്കാ നീ പോട്ടെന്ന് വെക്കണം. നീ സമാധാനമായിട്ടിരി. നമുക്ക് അവള് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം. പിന്നെ എന്റെ നല്ല സൂപ്പർ കിളുന്ത് 3 പെമ്പിള്ളേരുണ്ട്. ഏതാ ചേരുന്നേന്ന് വെച്ചാ ആ ഭംഗിയായിട്ട് നമുക്ക് ആ കല്യാണം നടത്താം. നീ സമാധാനമായിട്ടിരി. ആ സമാധാനമായിട്ടിരി. അവള് പോട്ടല്ലേ? അവള് പോട്ടെ. തുമ്മിയ തെറിക്കുന്ന മൂക്കാ നീ അങ്ങ് പൊക്കോട്ടെ. തള്ളയുടെ മോന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലേ. ഞാൻ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടേ ഇവിടെ ഒരുത്തിയേയും വിളിച്ചു കയറ്റത്തില്ല. ഞാൻ ജീവനോടെ ഉള്ളപ്പോഴുണ്ടല്ലോ, ഞാൻ ഇയാൾക്ക് ഡിവോഴ്സ് കൊടുക്കത്തുമില്ല. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ വേറെ പെൺപിള്ളാരെ ഇവിടെ കയറ്റാന്നുള്ള മനസ്സിലിരിപ്പായിട്ട് നടക്കുകയും വേണ്ട കേട്ടോ. ഇയാളിവിടെ കഴിയുന്നോണ്ട് ഇഷ്ടം കൊണ്ടല്ല, പക്ഷേ വേറൊരുത്തിയെ കെട്ടിയിട്ട് ഇയാൾ സുഖമായിട്ട് കഴിയാനുണ്ടല്ലോ, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവനോടുള്ളപ്പോ നടക്കത്തില്ല കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വീട്ടിൽ ഇപ്പൊ നിന്നവളാ കേറി പോയത് കണ്ടോ? ഫോട്ടോ ഒന്നും വെക്കാൻ ഞാൻ എന്തായിരുന്നമ്മേ? പിന്നെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഫോട്ടോയോ? ആരുടെ ഫോട്ടോ? അമ്മ പറഞ്ഞില്ലായിരുന്നു 2-3 കിളുന്ത് പെമ്പിള്ളാരുടെ അമ്മയുടെ കസ്റ്റഡിയിലുണ്ട്, എനിക്ക് കല്യാണം കഴിച്ചു തരാന്ന്. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെയും പറഞ്ഞ ഒഴിവാക്കാം. എന്നെക്കാട്ടിയും വളർന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല. മുതുവിളക്കെ ഞാൻ തരുമെന്ന് ഓർത്തോണം കേട്ടോ. പിന്നെ എവളായതുകൊണ്ടാ നിന്റെ കൂടെ കഴിഞ്ഞു കൂടുന്നത്. നിനക്ക് ഇവളെക്കാട്ടിയും നല്ല ബന്ധമൊന്നും കിട്ടാൻ പോകുന്നില്ല. ചേരേണ്ടതേ ചേരൂ. അവൻ കിളുന്ത് പെമ്പിള്ളരെ കെട്ടാനിരിക്കുന്നു. തിരിച്ച് പാൻ നോക്കടാ.